ടീച്ചേഴ്സ് വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അഡ്ജക്റ്റീവ്സ് ആണ്. അഡ്ജക്റ്റീവ്സിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. ലെസൺ 15 കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സിൻ്റെ ഒരു കമ്പാരിസണെ കുറിച്ചിട്ടാണ് മിസ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് എ ഗുഡ് ടോപ്പിക്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ അത്ര അങ്ങോട്ട് കോംപ്ലിക്കേഷൻ ഒന്നുമുള്ള സംഭവമല്ല കേട്ടോ. എല്ലാവർക്കും മനസ്സിലാവുന്നത് തന്നെയാണ്. സോ ലെറ്റ് us ഡിസ്കസ് വാട്ട് ഈസ് യുവർ ടെക്സ്റ്റ്. സോ ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ. Adjectives has got 3 degrees of comparison. They are positive, comparative and superlative. To use a comparative, we need at least 2. And to use a superlative, we need at least 3. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ adjectives have got 3 degree of comparison. അഡ്ജക്റ്റീവിന് 3 ഡിഗ്രി ഓഫ് കമ്പാരിസൺ അല്ലെങ്കിൽ 3 ലെവൽ ഓഫ് കമ്പാരിസൺ ഉണ്ടെന്നാണ് പറയുന്നത്. ദേ ആർ പോസിറ്റീവ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലറ്റീവ്. സോ ആ 3 ടൈപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലറ്റീവ്. ഈ 3 ടൈപ്പാണുള്ളത്. ടു യൂസ് എ കമ്പാരിറ്റീവ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒന്ന് കമ്പാരിസൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് അറ്റ്ലീസ്റ്റ് 2. എന്തായാലും 2 സാധനങ്ങൾ വെച്ചല്ലേ നമ്മൾ കമ്പയർ ചെയ്യുക. ഒന്ന് നല്ല കൂടുതൽ, ഒന്ന് കുറവ്, അങ്ങനെ ഓരോ സാധനത്തിനും കമ്പയർ ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ട് സാധനങ്ങൾ അവിടെ വേണം, അല്ലെങ്കിൽ 2 വ്യക്തികൾ വേണം. ആൻഡ് ടു യൂസ് എ സൂപ്പർലറ്റീവ് വി നീഡ് അറ്റ്ലീസ്റ്റ് 3. അതായത് സൂപ്പർലറ്റീവ് കമ്പാരിസൺ നടത്തണം എന്നുണ്ടെങ്കിൽ അവിടെ വി നീഡ് അറ്റ്ലീസ്റ്റ് 3. അവിടെ 3 എന്നെങ്കിലും മിനിമം 3 സാധനങ്ങളോ വ്യക്തികളോ അവിടെ ആവശ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഒരു സിമ്പിൾ എക്സാമ്പിൾ, അഡ്ജക്റ്റീവ്സിൻ്റെ ആ കമ്പാരിറ്റീവ്, ആ 3 പോസിറ്റീവ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലറ്റീവ്, ഒരു കമ്പാരിറ്റീവ് ഡിഗ്രി കാണിക്കുന്ന 3 എക്സാമ്പിൾസാണ് പറയുന്നത്. ശ്രദ്ധിക്കാം. സിമി ഈസ് ക്ലെവർ. അടുത്തത് അമ്മിണി ഈസ് ക്ലെവറർ, ലില്ലി ഈസ് ക്ലെവറസ്റ്റ്. അപ്പോൾ ആ 3 ഡിഗ്രി അവിടെ കാണിക്കുന്നുണ്ട്. സോ റെഗുലർ കമ്പാരിസൺ എന്താണ്? ഇനി റെഗുലർ കമ്പാരിസൺ അടുത്ത സബ് ടോപ്പിക്കാണ്. അതിൽ തന്നെ വരുന്ന സബ് ടോപ്പിക്കാണ് വാട്ട് ഈസ് റെഗുലർ കമ്പാരിസൺ. മോസ്റ്റ് അഡ്ജക്റ്റീവ്സ് മേക്ക് ദ കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലറ്റീവ് ഫോം ബൈ ആഡിങ് ER ആൻഡ് EST. അതായത് മിക്കവാറും സൂപ്പർലറ്റീവും അതുപോലെ തന്നെ കമ്പാരിറ്റീവും അതുപോലെ തന്നെ സൂപ്പർലറ്റീവ് ഫോംസും ഉണ്ടാക്കുന്നത് വെച്ചാൽ ERഉം EST ആഡ് ചെയ്തിട്ടാണ് അവിടെ കമ്പാരിറ്റീവ് സൂപ്പർലറ്റീവ് ഫോംസ് അവിടെ ഉണ്ടാക്കുന്നത്. സംടൈംസ് when the words are long we commonly use more and most. അതായത് ചില സമയങ്ങളിൽ നമ്മളെ സെൻറ്റൻസ് വളരെ ലോങ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ സെൻറ്റൻസ് ഭയങ്കര നീളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ വി കോമൺലി യൂസ് മോർ ആൻഡ് മോസ്റ്റ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ മോറും മോസ്റ്റും ഉപയോഗിച്ചിട്ട് ആ സെൻറ്റൻസ് ERഉം EST മാറ്റി മോറും മോസ്റ്റും ആക്കും. അഡ്ജക്റ്റീവ് ദാറ്റ് യൂസ് ER ആൻഡ് EST ആൻഡ് മോർ ആൻഡ് മോസ്റ്റ് ടു മേക്ക് ദെയർ കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലറ്റീവ്സ് ആർ കോൾഡ് റെഗുലർ കമ്പാരിസൺ. അതായത് അഡ്ജക്റ്റീവ്സ് ERഉം ESTയും മോറും മോസ്റ്റും ഉപയോഗിച്ച് നടത്തുന്ന കമ്പാരിറ്റീവ് സൂപ്പർലറ്റീവ് കമ്പാരിസണുകളെ ആണ് റെഗുലർ അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ERഉം ESTയും വെച്ചിട്ടാണ് സൂപ്പർലറ്റീവ് ഫോംസും അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ഫോംസും ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ആ ERനും ESTയ്ക്കും പകരം മോസ്റ്റും മോറും ഉപയോഗിച്ച് ആ ലോങ് സെൻറ്റൻസ് ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷനെ, അല്ലെങ്കിൽ ആ ലോങ് സെൻറ്റൻസ് മാറ്റുന്നതിനെയാണ് കമ്പാരിറ്റീവ് അല്ലെങ്കിൽ സൂപ്പർലറ്റീവ് ഫോംസ്. ഇതിനെ റെഗുലർ അഡ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ റെഗുലർ കമ്പാരിസൺ എന്നാണ് പറയുന്നത്. റെഗുലർ അഡ്ജക്റ്റീവ്സ് മറക്കരുത് കേട്ടോ. അതായത് മോറ് മോസ്റ്റ് വന്ന ERഉം ESTയ്ക്കും പകരം മോറും മോസ്റ്റും വന്ന അത്തരം കമ്പാരിസൺ റെഗുലർ കമ്പാരിസൺ ആണ്, അല്ലെങ്കിൽ റെഗുലർ അഡ്ജക്റ്റീവ്സ് എന്നാണ് വിളിക്കുക. എക്സാമ്പിൾ, ജോസഫ് ഈസ് ടോൾ, കുര്യൻ ഈസ് ടോളർ ദാൻ ജോസഫ്. നോക്കിക്കോളൂ, ജോസഫ് ഈസ് ടോൾ എന്ന് പറഞ്ഞു,
കുര്യൻ ഈസ് ടോളർ ദാൻ ജോസഫ്. അപ്പോൾ പറഞ്ഞു അറ്റ്ലീസ്റ്റ് രണ്ടെണ്ണം വേണം. ആദ്യം പറഞ്ഞു കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ രണ്ടെണ്ണം മിനിമെങ്കിൽ രണ്ട് വ്യക്തികളോ അല്ലെങ്കിൽ രണ്ട് സാധനങ്ങളോ വേണം. സൂപ്പർലെക്റ്റീവ്സ് എന്ന് വെച്ചാൽ അവിടെ മിനിമം 3 എണ്ണമെങ്കിലും വേണം എന്നാണ് പറഞ്ഞത്. ഇനി പറഞ്ഞു ജോർജ് ഈസ് ദ ടോളസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പ്. ജോർജ് ഈസ് ദ ടോളസ്റ്റ്. അപ്പോൾ അവിടെ ആദ്യം ഒരു വ്യക്തിയെ പറഞ്ഞു, അത് കഴിഞ്ഞ് 2 വ്യക്തിയായി, പിന്നെ ഒരു മൊത്തം ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ പറയുകയാണ്. ഒരു ഗ്രൂപ്പ് തന്നെ അവിടെ ഫോം ചെയ്തു കഴിഞ്ഞു. അടുത്തത് പ്രിയ ഈസ് ബ്യൂട്ടിഫുൾ, സുഹറ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ പ്രിയ. പിന്നെ റോസി ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇൻ ദ ക്ലാസ്. ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 1, പിന്നെ 2, പിന്നെ 3 അതിലധികം. 3 അല്ല, മാക്സിമം ഒരു ഗ്രൂപ്പ്, മൊത്തം ഒരു ഗ്രൂപ്പും ഒരാളും. അപ്പോൾ ഞാൻ പറഞ്ഞ റെഗുലർ കമ്പാരിസൺ എന്താണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയി നോക്കാം. Sometimes adjectives do not use er and est or more and most to make their comparative and superlatives. ചില സന്ദർഭങ്ങളിൽ നമ്മൾ er ഉപയോഗിക്കില്ല, est ഉപയോഗിക്കില്ല, more ഉപയോഗിക്കില്ല, most ഉപയോഗിക്കില്ല. മേക്ക് ദെയർ കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലെക്റ്റീവും കമ്പാരിറ്റീവ് ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കില്ല. കംപ്ലീറ്റ് ചേഞ്ചസ് ഓഫ് വേർഡ്സ് ടു ടേക്ക് പ്ലേസ് ആസ് കംപ്ലീറ്റ് ചേഞ്ചസ് ഓഫ് വേർഡ്സ്. അതായത് അവിടെ ഒരു കംപ്ലീറ്റ് ചേഞ്ചാണ് വേർഡ്സിൽ ഉണ്ടായിരിക്കുക. കംപ്ലീറ്റ് ചേഞ്ചാണ് അവിടെ വാക്കുകളിൽ കാണാൻ സാധിക്കുക. നമുക്ക് ഒന്നും ഈ പറഞ്ഞ ഫോമുകളോ അല്ലെങ്കിൽ മോറ്, മോസ്റ്റ്, est ഇതൊന്നും അവിടെ കാണാൻ പറ്റില്ല. അത്തരം കമ്പാരിസണെയാണ് ഇറഗുലർ കമ്പാരിസൺ. റെഗുലർ കമ്പാരിസൺ ആണെങ്കിൽ അവിടെ er, est, മോറ്, മോസ്റ്റ് ഇത് ഉണ്ടായിരിക്കും. ഇത്തരം കമ്പാരിസണ് റെഗുലർ കമ്പാരിസണൊന്നും ഇതൊന്നൊക്കെ മാറി ഒട്ടും മാച്ചില്ലാത്ത അല്ലെങ്കിൽ വേർഡ്സിൻ്റെ തന്നെ വലിയൊരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇറഗുലർ കമ്പാരിസണാണ് നടക്കുന്നത്. ഇപ്പോൾ നോക്കിക്കോളൂ, അതിന് എക്സാമ്പിൾസായിട്ട് കുറച്ച് വേർഡ്സ് ഉണ്ട്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്. ലിറ്റിൽ, ലെസ് ഓർ ലെസർ, ലീസ്റ്റ്. മച്ച്, മോറ്, മോസ്റ്റ്. ഇപ്പോൾ നോക്കും, ആസ് ക്യാൻ ബി സീ ദ ലിറ്റിൽ ഹാസ് 2 കമ്പാരിറ്റീവ് ഫോംസ്, ലെസ് ആൻഡ് ലെസർ. ലെസ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് മോർ. അതായത് ഈ ലിറ്റിൽ എന്ന് പറയില്ലേ, ലിറ്റിൽ എന്ന് പറഞ്ഞു, നമ്മൾ ലെസ് പറഞ്ഞു, ലിറ്റിൽ, ലെസ് ഓർ ലെസർ, ലീസ്റ്റ്. അപ്പോൾ ഈ ലിറ്റിലിന് 2 കമ്പാരിറ്റീവ് ഫോംസ് ഉണ്ട്, 2 കമ്പാരിറ്റീവ് ഫോംസ് ഉണ്ട്. ലെസ് ആൻഡ് ലെസർ. ലെസ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ്. അപ്പോൾ ലെസ് എന്ന് പറയുന്നത് മോറിൻ്റെ ഓപ്പോസിറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ലെസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റീനെയും അതുപോലെ തന്നെ ലെസർ എന്ന് പറയുന്നത് ഒരു സാധനത്തിൻ്റെ വെർത്തോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യമോ ഗുണമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, ഹി ഹാസ് ലെസ് മണി ദാൻ ഐ ഹാവ്. It is also sometimes used to mean fewer in number. There were less than 10 people present. There are less opportunities for the young people. അപ്പോൾ ലെസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയും ലെസർ എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ വെർത്തും കാണിക്കാനാണ്. ലെസർ ഡു നോട്ട് റെഫർ ദ ക്വാണ്ടിറ്റി ബട്ട് ടു സൈസ് ആൻഡ് എസ്പെഷ്യലി ദ വാല്യൂ ഓർ ഇമ്പോർട്ടൻസ്. അതിന് എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ലെസ്സിൻ്റെ എക്സാമ്പിൾസാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ലെസറിൻ്റെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചൂസ് ദ ലെസർ ഓഫ് ദ 2 evils. ലെസർ ദാൻ ദ പ്രസിഡൻറ്റ് ഹാവ് സെഡ് ദ സെയിം തിങ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒന്ന് ക്വാണ്ടിറ്റീനെയും ഒന്ന് ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനെയും കാണിക്കുന്നതാണ്. The difference between 2 positive forms, much and many, is that much is used with uncountable nouns whereas many is used with countable nouns in the plural. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോസിറ്റീവ് ഫോംസ്. ഈ 2 പോസിറ്റീവ് ഫോംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് മച്ച് ആൻഡ് മെനി ഈസ്. അപ്പോൾ ഇവിടെ മച്ച് യൂസ് ചെയ്യുന്നുണ്ട്, മെനി യൂസ് ചെയ്യുന്നുണ്ട്.
ഈ രണ്ട് വേർഡ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ മച്ച് യൂസ് ചെയ്യുന്നത് അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയാണെങ്കിൽ മെനി എന്ന് പറയുന്നത് കൗണ്ടബിൾ നൗൺസ് ഓർ പ്ലൂറൽസിൻ്റെ കൂടെ ആയിരിക്കും. സോ we came across many a man and many a time, but these are exceptions used for special literary effect. അപ്പോൾ ഈ മച്ചും മെനിയും ഇതുപോലെ തന്നെ ഒരു എക്സെപ്ഷണൽ കേസസാണ്, അല്ലെങ്കിൽ ഒരു വെറൈറ്റി കേസാണ് ഈ കമ്പാരിസൻ്റെ കൂട്ടത്തിൽ. സോ അതെന്ന് വെച്ചാൽ ഈവൻ പോസിറ്റീവ് ഫോം ആയിരിക്കും, അത് അൺകൗണ്ടബിളും മച്ച് അൺകൗണ്ടബിൾ നൗൺസിൻ്റെയും മെനി കൗണ്ടബിളിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അതൊരു സ്പെഷ്യൽ ലിറ്റററി എഫക്റ്റ് അല്ലെങ്കിൽ ഒരു വേറെ തലത്തിലുള്ള എഴുത്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ മച്ചും മെനിയൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ.